ഇന്ന് നമ്മുടെ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു മാധ്യമങ്ങളോട് നടത്തുന്ന ഒരു പ്രസ്താവന കാണാനിടയായി. അതിൽ ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞതായിട്ട് കാണുന്നു. നല്ല വലിയ കാര്യം. എന്നാലും ഏതാണ്ട് 97% വരെ കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെ നമ്മളത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാം. അപ്പോൾ ഈ ഇതിലെ വേറെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇത് ഈ സംഭവം ഇത് ഈ ഫോം പൂരിപ്പിക്കുന്നത്, ഇനോമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിൽ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യവും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നേരത്തെ അതായത് ഇതിൽ ബന്ധം എന്നുണ്ടല്ലോ, ബന്ധുവിൻ്റെ പേര്, അതായത് ഈ നമ്മൾ 2002 ഇലക്ഷൻ റോളിൽ ഇല്ലെങ്കിൽ, വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ, നമുക്ക് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബന്ധുവിൻ്റെ പേരാണ് ഈ പകുതി ഭാഗം കഴിഞ്ഞ് ആ വലത്തുവശത്തെ കോളത്തിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് അതാ ഫില്ല് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ബന്ധുവിൻ്റെ പേരെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബന്ധു എന്ന് പറഞ്ഞാൽ ആരാണ്? രക്തബന്ധുക്കളാണ്. രക്തബന്ധുക്കളെന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അതായത് ഫുൾ ബ്രദേഴ്സ്, ഫുൾ സിസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് പൂർണ്ണമായി ഈ രണ്ട് മാതാപിതാക്കളുടെയും കൂടെ ചേർന്നുള്ള അതിൽ ജനിച്ച സഹോദരങ്ങൾ അവരെല്ലാം നമ്മുടെ ബന്ധുക്കളാണ്. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ഇതെടുക്കുകയല്ല. ഇതാദ്യം ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്കും എല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാനിടയായത്. ഇപ്പോൾ അതൊന്ന് തിരുത്തി പറയണം, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആദ്യമൊക്കെ ഇവിടെ ഒക്കെ ഉള്ള BLO ഒക്കെ പറഞ്ഞിരുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഈ സഹോദരൻ്റെ പേരായാലും മതി, അല്ലെ സഹോദരിയുടെ പേര് മതി, കുഴപ്പം എന്നൊക്കെ അവരും ധരിച്ചിരുന്നു. പിന്നെ അവർക്കും പ്രോപ്പറായിട്ട് ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടില്ല, അതാ കാര്യം. പിന്നെ ഇപ്പോൾ അവർ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. ഇത് അപ്ലോഡ് ചെയ്യാൻ നോക്കത്തില്ല. അതായത് ഒന്നുകിൽ പിതാവായിരിക്കണം, അല്ലെ മാതാവായിരിക്കണം, അതും അല്ലെങ്കിൽ മാതാവിൻ്റെ മാതാപിതാക്കളായിരിക്കണം, അല്ലെ പിതാവിൻ്റെ മാതാപിതാക്കളായിരിക്കണം. ഇവരെ ഇത്രയും മാത്രമേ ബന്ധുവായിട്ട് ചേർക്കുള്ളൂ. എന്ത് നോൺസെൻസ് ആണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നമ്മൾ വളരെ വലിയ വിവരക്കേടല്ലേ അത്? ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ അച്ഛനും അമ്മയും ഇല്ല, അപ്പൂപ്പനും അമ്മമ്മയും ഇല്ല, അയാളുടെ സഹോദരങ്ങൾ ഈ 2002 പട്ടികയിലുണ്ട്, അയാൾ വിദേശത്തായി പോയി, മൂത്ത സഹോദരനൊക്കെ ഉണ്ടത്, അയാളുടെ പേര് ചേർക്കാൻ ഒക്കത്തിൽ എന്തു ചെയ്യും? വളരെ വലിയ ബുദ്ധിമുട്ടല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ വേറെ മാർഗമില്ലാതെ പോവുകയാണ്. പിന്നെ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളിപ്പോഴേ കരുതണം. ഇത് നമ്മുടെ ഈ പച്ചപ്പാൽ കുടിക്കുന്ന പോലെ അത്ര നിർദോഷമായിട്ടൊന്നും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്ന കാര്യമൊന്നുമല്ല. ഈ ഇലക്ഷൻ കമ്മീഷനും അതല്ല ഉദ്ദേശിച്ചേക്കുന്നത്. അതായത് ആധാർ തന്നെ പൗരത്വത്തിനുള്ള രേഖയല്ല എന്ന് കാണിച്ചേക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കോണം ഇത് പൗരത്വത്തിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു സംശയം നമുക്ക് വേണം. ആ ജാഗ്രത എല്ലാവർക്കും വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ജാഗ്രത വേണം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ? അങ്ങനെ നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കണം. അപ്പോൾ താഴെ വരുന്ന ബാക്കി ഇവരെയൊക്കെ ഹിയറിങ്ങിന് വിളിക്കും. ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ നിങ്ങൾ ഇതിന് ഹാജരാക്കേണ്ട രേഖകൾ 13 രേഖകൾ ഹാജരാക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണം മതി, 13 കൊണ്ടുപോകണ്ട. 13 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കിയാൽ മതി. ആധാർ എടുക്കത്തില്ലായിരുന്നു ഇവർ. ആദ്യം നമ്മൾ മൂത്രം ഒഴിക്കണമെങ്കിൽ ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്ന് പറഞ്ഞേക്കുന്ന കക്ഷികളാണ് ആധാർ ഇതിനെടുക്കില്ല എന്ന് പറഞ്ഞത്. കാരണം ആധാർ ഒരുമാതിരിപ്പെട്ട പാവങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആധാറുള്ളത് ആധാർ എടുക്കുകയില്ല. അത് പൗരത്വത്തിനുള്ള രേഖയല്ലെന്ന്. പൗരത്വത്തിനുള്ള രേഖ നോക്കേണ്ട ഇലക്ഷൻ കമ്മീഷനാണോ? പൗരത്വത്തിൻ്റെ കാര്യം ഇത് മിണ്ടാൻ പാടുണ്ടോ ഇവിടെ? പൗരത്വം എന്ന് പറയുമ്പോൾ ഈ SIRനെ സംബന്ധിച്ച് ഒന്നും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം SIR എന്ന് പറഞ്ഞത് ഇത് പൗരത്വത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു മാർഗമാണ് എന്നൊന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ ബീഹാറിൽ 65 ലക്ഷം പേരാണ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അതാരാണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ 65 ലക്ഷത്തിൽ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് 22 ലക്ഷം ആളുകൾ അതിൽ നിന്ന് മരിച്ചു പോയവരാണെന്നാണ്. ആയിക്കോട്ടെ, ബാക്കി 43 ലക്ഷം ആളുകൾ എങ്ങനെ? അവരെന്ത് ചെയ്യും? അവർ മനുഷ്യരല്ലേ, അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർ SIRലില്ല. ഇനി അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നറിയോ? ആസാമിൽ നമ്മൾ കണ്ട പ്രത്യാഘാതം തന്നെ ഉണ്ടാവും. അതാണ് ഉണ്ടാവാൻ സർവ്വസാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജാഗരൂകരായിരിക്കണം. ജാഗ്രത വേണം ഈ കാര്യത്തിൽ. ഇത് കൊടുക്കാതിരിക്കരുത്. ഇത് പൂരിപ്പിച്ച് കൊടുക്കണം.
ഇതിൽ നിന്ന് ആരും ഒഴിവാകരുത്. ഇത് കറക്റ്റായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്യാൻ അറിയാൻ വയ്യാത്തൊരു BLOയുടെ സഹായം ചോദിച്ചാൽ അവരും ചെയ്തു തരും, പറഞ്ഞു തരും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ആ ഫില്ല് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ നമുക്ക് 2002 പട്ടികയിലുണ്ടെങ്കിലും ഇവരെടുക്കലിപ്പോൾ. അതിനി സുപ്രീം കോടതി എങ്ങാനും പുതിയതായിട്ട് തീരുമാനിക്കണം. വെള്ളിയാഴ്ച കേസ് വാദം കേൾക്കാനിരിക്കുകയാണ്. അപ്പോഴെന്ത് തീരുമാനിക്കുന്നു, അതിനകത്ത് ഇത് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇനി ഈ 13 രേഖകൾ, അതായത് പിന്നെ നമ്മൾ ഇത് രണ്ടും പൂരിപ്പിക്കാനില്ല. അതായത് നമുക്ക് താഴത്തെ കള ഇടതുവശം നമുക്ക് 2002 റൂട്ടില്ല, പിന്നെ വോട്ടർ പട്ടികയിലില്ല, പിന്നെ വലതുവശത്ത് ഇവർ ഈ പറയുന്ന ബന്ധുക്കൾ നമുക്കില്ല, അവരും വോട്ടർ പട്ടികയിലില്ല. ഇതിനൊക്കെ മുമ്പേ മരിച്ചുപോയ ആളുകൾ ഒരുപാട് പേരുണ്ട്. അതാണ് എന്നെ വിളിക്കുന്ന ഒരുപാട് പേരും അങ്ങനെയാണ്. വാപ്പായും ഉമ്മായും അല്ലെ അച്ഛനും അമ്മയും 2002 മുമ്പേ മരിച്ചു പോയതാണ്, അവർ പട്ടികയിലില്ല. പിന്നെ എൻ്റെ ചേട്ടൻ പട്ടികയിലുണ്ട്, അല്ലെ മൂത്ത സഹോദരി പട്ടികയിലുണ്ട്, ഇതൊക്കെ പറയും. അതുകൊണ്ട് കാര്യമില്ല. അവർ മാതാപിതാക്കളും മരിച്ചുപോയി, അതിനു മുമ്പേ മാതാപിതാക്കളും മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ 2002 പട്ടികയിൽ അവർ വരത്തില്ല. അപ്പോൾ അവർക്ക് ഈ വലത്തെ സൈഡിലെ ഭാഗം പൂരിപ്പിക്കാനൊക്കത്തില്ല, പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ, ഈ 2 ഭാഗവും ക്രോസ് ചെയ്തേക്കണം. ആദ്യത്തെ ഭാഗം മാത്രം പൂരിപ്പിച്ച് കൊടുക്കണം, താഴെ ഒപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങളെ അങ്ങനെയുള്ളവരെ ഹിയറിങ്ങിന് വിളിക്കും. ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ നിങ്ങൾ ഈ 13 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ നിങ്ങൾ തയ്യാറാക്കി വെച്ചേക്കണം. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. 1, ബർത്ത് സർട്ടിഫിക്കറ്റ്. ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കാണാൻ ബുദ്ധിമുട്ടാണ് പലർക്കും. ഇത്രയും പ്രായമുള്ള ആളുകൾക്ക്, ഇപ്പോൾ എനിക്ക് 69 വയസ്സുണ്ട്, എന്നെപ്പോലുള്ള ഒരാൾക്ക് ഈ ജനന സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ ഒക്കത്തില്ല. കിട്ടിയതൊക്കെ കാണും കയ്യിൽ. പിന്നെന്താണ് അടുത്തത്, പാസ്പോർട്ട് ഉള്ളവർക്ക് അത് പറ്റും, എളുപ്പമാണ്. പിന്നെ 3, മെട്രിക്കുലേഷൻ ഓർ ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് 10ാം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ, ഹൈസ്കൂളിലെ 10ാം സ്റ്റാൻഡേർഡ് SSLC അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ അത് പാസ്സായ റെക്കഗ്നൈസ്ഡ് ബോർഡോ യൂണിവേഴ്സിറ്റിയോ ആയിരിക്കണം. അത് ബോർഡ് SSLC ബോർഡെന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് SSLC ബോർഡ്, അത് നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്. അതിൽ പേരും നമ്മുടെ പേര് കാണും, പേരൻസിൻ്റെ പേര് കാണും, പിന്നെ അതേപോലെ പ്ലേസ് ഓഫ് ബർത്ത് കാണും, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണും, ഇതെല്ലാം കാണും. അപ്പോൾ അത് നമ്മുടെ അഡ്രസ്സ് വരെ അതിൽ കാണും, ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ 4ാമത്തെ രേഖയെന്ന് പറയുന്നത് ഗവൺമെൻറ് ഇഷ്യൂഡ് ഐഡൻറ്റിറ്റി കാർഡ് ഓർ പെൻഷൻ ഓർഡർ. ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങോ ഇഷ്യൂ ചെയ്ത ഐഡൻറ്റിറ്റി കാർഡ് അല്ലെങ്കിൽ പെൻഷൻ ഓർഡർ, ഇത് ഉപയോഗിക്കാം. പിന്നെ 5ാമത്തെ പെർമനൻറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. ഒരു കോമ്പിറ്റൻറ്റ് സ്റ്റേറ്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്ത പെർമനൻറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, അത് ഉപയോഗിക്കാം. പിന്നെ ഫോറസ്റ്റ് ഡെല്ലേഴ്സ്, അതായത് വനത്തിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വനഭൂമി പതിച്ചിട്ടിയ ആളുകളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് ഫോറസ്റ്റ് റൈറ്റ്സ് സർട്ടിഫിക്കറ്റ്. ആ ഫോറസ്റ്റ് റൈറ്റ്സ് സർട്ടിഫിക്കറ്റ് അണ്ടർ ദി ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. ഇപ്പോൾ വനത്തിൽ നിന്ന് വിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ, അത് കൂടുതലും ആദിവാസികളെ ഉദ്ദേശിച്ചുള്ളതാണ്, അവർക്കാണ്, അത് ഉപയോഗിക്കാം. പിന്നെ 7ാമത്തത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ SC/ST അല്ലെങ്കിൽ OBC സർട്ടിഫിക്കറ്റ് ഒരു തഹസീൽദാരോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ കോമ്പിറ്റൻ്റ് അതോറിറ്റി നൽകിയ ആ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായാലും മതി. പിന്നെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് NRC, അത് നമുക്കിവിടെ ഇല്ല, അത് നടപ്പാക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത്. അത് നടപ്പാക്കത്തില്ലെന്നൊക്കെ പറയും. അത് പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ CAA ഇവിടെ നടപ്പാക്കത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് യാതൊരു കാര്യമില്ല പറഞ്ഞിട്ട്, കാരണം അദ്ദേഹമല്ല തീരുമാനിക്കുന്നത്, അത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ഇത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് അത് നമുക്കില്ല, അത് വന്നാലും അതുണ്ട്. ഇനി അടുത്തത് ഫാമിലി രജിസ്റ്റർ. ലോക്കൽ അതോറിറ്റി, സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി പ്രിപ്പയർ ചെയ്ത ഫാമിലി രജിസ്റ്റർ, അത് നമുക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നെ ലാൻഡ് ഓർ ഹൗസ് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നമ്മൾ വസ്തു വിലയ്ക്ക് വാങ്ങിക്കുന്നു, രജിസ്ട്രേഷൻ ഉണ്ട്, അത് നല്ലതാണ്. കാരണം സബ് രജിസ്ട്രാർ ആണല്ലോ ആധാരത്തിൽ ഒപ്പിട്ട് തരുമല്ലോ, അത് കൊള്ളാം, സീലും അടിച്ച് തരും. അല്ലെങ്കിൽ ഹൗസ് അലോട്ട്മെൻറ്റ്, ഇപ്പോൾ ഫ്ലാറ്റൊക്കെ വിലയ്ക്ക് വാങ്ങിക്കുന്നവർക്ക് അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ 11 ഗവൺമെൻറ് ഓർ PSU ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്. ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെയോ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, അത് 1987 മുമ്പുള്ളത്, അതാ വേണ്ടത്.
എളുപ്പമുള്ള കാര്യമല്ലേ. അടുത്തത് ഐഡൻറ്റിറ്റി കാർഡല്ലേ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ. ഒന്ന് നമ്മുടെ ഐഡൻറ്റി കാർഡ്, നമുക്ക് ഒരു റെഗുലർ എംപ്ലോയീസിന് കിട്ടിയേക്കുന്ന ഐഡൻറ്റി കാർഡ്, പെൻഷനേഴ്സ് ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് പെൻഷനേഴ്സിന് കിട്ടിയേക്കുന്ന പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ. അപ്പോൾ പലർക്കും പെൻഷൻ ബുക്കുണ്ട്, എനിക്കിതുപോലെ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറാണ് ഉള്ളത്, അത് ഉപയോഗിക്കാം, നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 13ാമത്തെ ഐറ്റമായിട്ട് സുപ്രീം കോടതി പറഞ്ഞു ആധാർ കാർഡ്. ആധാർ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും ആധാറുമായിട്ട് ബന്ധപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ അവസാനം ഇത് എടുക്കുകയല്ല, ആധാർ കാർഡ്. പിന്നെ സുപ്രീം കോടതി നിർബന്ധമായിട്ട് കർശനമായിട്ട് പറഞ്ഞതുകൊണ്ടാണ്, കാരണം ഒരുമാതിരി പാവങ്ങൾക്കൊക്കെ ആധാർ കാർഡുണ്ട്, ഇത് കൂടെ ഉൾപ്പെടുത്തിയത്. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റ് പറഞ്ഞിട്ട് ഇതൊരു പൗരത്വം തീരുമാനിക്കാനുള്ള രേഖയല്ല, പൗരത്വത്തിനുള്ള രേഖയല്ലെന്ന്. അപ്പോൾ ബാക്കിയൊക്കെ പൗരത്വത്തിനുള്ള രേഖയാണ്. അപ്പോൾ ഇത് പൗരത്വത്തിനുള്ള രേഖയല്ല എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ, ഇതുണ്ടായതുകൊണ്ട് പൗരത്വം കിട്ടണമെന്നില്ല എന്നുള്ളതാണ്. ഈ പൗരത്വത്തിൻ്റെ കാര്യം ഇവിടെ എങ്ങനെ സംസാരിക്കാനിടയായി? ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ജോലിയാണോ പൗരത്വം തീരുമാനിക്കുന്നത്? ഇതൊക്കെ ഇതുപോലെ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് അയാളിലൂടെ ഇതൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞോണം, നിങ്ങളെല്ലാം തിരിച്ചറിയണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയോ, ഇത് എല്ലാവരും വളരെ കർശനമായിട്ട് ഇത് പൂരിപ്പിച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് പൂരിപ്പിച്ച് കൊടുത്തിട്ട് കോപ്പി BLOയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ച് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഈ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ ഇതിൽ ഈ പറഞ്ഞതിന് ഏതെങ്കിലും ഒരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഈ രേഖകളൊന്നും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടും. ഈ രേഖകളൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾ കേരളത്തിൽ കാണുന്ന കാര്യം ചിലപ്പോൾ കണ്ടേക്കുമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും വെളിയിലുള്ളവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് പാസ്പോർട്ട് ഉണ്ടല്ലോ, അതേപോലെ മറ്റ് രേഖകൾ, ഈ പറയുന്ന ഏതെങ്കിലും രേഖകൾ വേണം. പിന്നെ അതുപോലെ തന്നെ ഇവർ ഇലക്ഷൻ ID കാർഡ്, ഇവർ തന്നേക്കുന്ന ഇലക്ഷൻ ID കാർഡ് ഇത് എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, അതാണ് കാര്യം. അതുകൊണ്ട് SLC ബുക്കുള്ളവർക്ക് പ്രശ്നമില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പ്രശ്നമില്ല, പെർമനൻറ്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ല, ഫോറസ്റ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പ്രശ്നമില്ല, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പ്രശ്നമില്ല. ഇനി NRCയിൽ ഉള്ള ആളുകൾക്ക്, അതിവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം, കേരളത്തിലതില്ല. അതുപോലെ തന്നെ ഫാമിലി രജിസ്റ്റർ, അത് നമുക്കൊന്നുമില്ല. പിന്നെ ആധാരങ്ങൾ മതി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിയതിൻ്റെ രജിസ്റ്റർ ചെയ്ത ആധാരം ഉപയോഗിക്കാം. പിന്നെ ഈ ഗവൺമെൻറ് ഓർ PSU തന്നേക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, 87 മുമ്പുള്ളതാണെങ്കിൽ അതെടുക്കാം. പിന്നെ ഐഡൻറ്റി കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ അത് എടുക്കാം, അങ്ങനെയുള്ള സാധനം എടുക്കാം. ആധാർ കാർഡും നമുക്ക് ഇതിനുപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഈ രേഖകൾ എല്ലാവരും നോക്കി വെക്കണം. പിന്നെ അത് മാത്രമല്ല, ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക വരുന്നുണ്ടേ, പേരുണ്ടോയെന്ന് നോക്കണം. അതിൽ പേരില്ലെങ്കിൽ അതിൽ പേര് ചേർക്കാനായിട്ട് നമുക്ക് ഫോം 6 എല്ലാവരും പൂരിപ്പിച്ച് കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ജാഗ്രത വേണം.